ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാറുടെയത്തെ ഫസ്റ്റ് ദിവസത്തിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഞാൻ പാർട്ട് 1 ഇട്ടീനി. നിങ്ങളെല്ലാവരും കണ്ടൊക്കെന്ന് വിചാരിക്കണ്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോളൂ. ഇപ്പം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൂന്നാറ് ഡാമിലോട്ട് പോണത് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഡാമിക്ക് എത്തി അവിടെ നിന്നുള്ള വീഡിയോസാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഡാമിലോട്ട് ഇങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നടന്നിങ്ങനെ പോവാണ്. ബസ് ഒരു സൈഡിൽ നിർത്തിയിട്ടൊക്കെയാണ്. അപ്പം ഇവിടെ എത്തിയിട്ടോ, ഡാം എത്തി. ഇതാണ് ഡാം. എന്താണ് കുണ്ടാല ഡാം എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇവിടെ നല്ല വൈബിന് കേട്ടോ, പ്രകൃതിയൊക്കെ കാണാൻ അടിപൊളി. ഇവിടെ ഒരു മരമുണ്ട്, അതിമ ഫുള്ള് റോസ് പൂക്കൾ കേട്ടോ. അതന്നെ കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷൻ ഫീൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കാണുമ്പം നല്ല രസമുണ്ട്. ഈ പൂക്കൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. രാത്രി നല്ല വൈബൈക്കാരം. ഇതാണ് ഡാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഡാമിൻ്റെ അവിടെ നിന്ന് നടന്ന് പോന്നിട്ട് പിന്നെ അവിടെ എന്താ പറയുക, കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് വഴിക്കൂടെ കടകളാട്ടോ. നമുക്ക് ഇഷ്ടമൊക്കെ ഇങ്ങനെ വാങ്ങാം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തർക്കിച്ചാണ്ട് 100 റുപ്യേൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് 80 റുപ്യക്ക് വാങ്ങിട്ടോ. 80 റുപ്യക്ക് വാങ്ങി. അതിനൊരു സന്തോഷമായിട്ടോ അങ്ങനെ വാങ്ങിയപ്പോൾ ഞാൻ. നിഹില 150ൻ്റെ ചോക്ലേറ്റിൻ്റെ പെട്ടി 120 വാങ്ങിട്ടോ. അത് ഓളെ സാമർത്ഥ്യം. പിന്നെ ഞങ്ങളങ്ങനെ യൂക്കാലിപ്സിൻ്റെ തോട്ടത്തിൽ കൂടെ അങ്ങനെ നടന്നിട്ടോ. നല്ല രസമുണ്ട് ഇതിനേക്കൂടെ നടക്കാൻ, നല്ല തണുപ്പും. ആയിക്കൂടെ ആണെങ്കിൽ ഫുള്ള് റീലെടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെയാണ് കേട്ടോ. സാറ് കുട്ടികളെപ്പം ഡാൻസ് കളിച്ച് റീലൊക്കെ എടുക്കണ്ടേക്കൂടെ. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ഡാമിൽ നിന്ന് വരുന്ന മറ്റേ പുഴയുണ്ടല്ലോ, അതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണട്ടോ. എന്താ ചൊറുക്കെന്ന് അറിയാം, വൈബാണ്. ഏതായാലും ഞാൻ പിന്നെ അവിടുത്തെ ഊനാലൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഊനാലൊക്കെ ഇന്നിങ്ങനെ ആടി ഇങ്ങനെ പോയി ഇങ്ങനെ കണ്ടിട്ടോ. അത് വേറെ വൈബേനി, ഊനാലാടിയാണ് ഇങ്ങനെ കാണാനൊക്കെ. ഊനാലാടാൻ വരിയേന് കേട്ടോ. വേറെ ആരല്ലേ, ഞങ്ങൾ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരാൾക്ക് 10 വട്ടം അങ്ങനെ അങ്ങനെ നിൽക്കേനി. അപ്പം 10 വട്ടം കഴിഞ്ഞാൽ ഞാൻ നീച്ച് പോയി. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നാണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. കുറേ നേരമൊക്കെ നിന്നാണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അവിടെ നിന്ന് മടങ്ങുമ്പോഴും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ മരത്തമ്മല്ല പൂവുണ്ടല്ലോ, റോസ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതിൻ്റെ കണ്ണിൽ പോണില്ല കേട്ടോ. ഈ ഡാമും പിന്നെ ആ പൂവും അങ്ങനെ ഒക്കെപ്പാടെ ഒരു സ്ഥലത്തു നിന്ന് കാണുമ്പോൾ ആ ഒരു വ്യൂ അത് ശരിക്കും കണ്ടാൽ തന്നെ അതിൻ്റെ രസം നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രക്കും വൈബാണ്, നല്ല രസമുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ പോയിട്ടോ. സാറൊക്കെ ഇവിടെ ഓരോ ഡയലോഗ് നടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കഴിഞ്ഞാണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ആ മരം. ഇതാണ് ഞാൻ പറഞ്ഞ മരം. ഇത് കുറേ സ്ഥലത്തുണ്ട് ഈ വഴിക്കൂടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാണുമ്പോൾ തന്നെ നല്ല ചൊറുക്ക്. വീഡിയോയിൽ ക്ലാരിറ്റി അത്രയ്ക്കില്ലെങ്കിലും നേരിട്ട് കാണുമ്പോഴാണ് ആ ചൊറുക്ക് അറിയാം നമുക്ക്. പിന്നെ ഇവിടെ യൂക്കാലിപ്സിൻ്റെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. യൂക്കാലിപ്സ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ് കയറി പിന്നെ യാത്ര തുടങ്ങിട്ടോ. ഇനി ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനാണ് പോണത്. ഷോപ്പിംഗ് ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ ചാടി കളിച്ചൊന്നും ആരും നിന്നില്ല കേട്ടോ. എത്താനേക്കണ് പറഞ്ഞാണ്ട് പിന്നെ എല്ലാവരും പൈസ എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. സാധനം വാങ്ങാൻ വയ്ക്കുന്നത് ചെറുതായിട്ടൊരു സൂര്യാസ്തമയം കാണാൻ പറ്റി. ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ തന്നെ അത് അവിടെ ആ സ്ഥലം കഴിഞ്ഞിട്ടുണ്ടോ ബസ് യാത്ര ചെയ്താണ്ട്. എന്നാലും ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റി, അതിന് നല്ല സന്തോഷം. പിന്നെ ഓരിങ്ങനെ വെറുതെ കുത്തുന്നപ്പോഴേ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് എല്ലാം തുടങ്ങി കേട്ടോ. പിന്നെയും പിന്നെ അങ്ങനെ വീഡിയോ എടുത്ത് ഞാനും കുറച്ചൊക്കെ ഇങ്ങനെ പോയാണ്ട് അവിടെ തന്നെ കുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനുള്ള സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ ഫുള്ള് കടകളാണ്. ആണെങ്കിൽ കാണാൻ നല്ല ചുരുക്കുണ്ട് കേട്ടോ. ഇങ്ങനെ കമ്മലൊക്കെ തൂക്കിയിട്ട് കാണാൻ എന്താ ചുരുക്ക് അറിയോ. പക്ഷെ നല്ല വില ഉണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ വിലക്കുറവുണ്ടാവും. പക്ഷെ ഇവിടെ നല്ല വില ഉണ്ട്. വിലക്കുറവ് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഫുള്ള് നല്ല വില ഉണ്ട്. ഇതിലാല്ല നമ്മുടെ നാട്ടിൽ നിന്ന് സാധനം വാങ്ങണമെന്ന് തോന്നിട്ടോ. അത്രക്കും വില ആളുണ്ട്. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങിയാണ്ട് അങ്ങനെ ഞാനും വാങ്ങി. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുമ്പോൾ കേട്ടോ, ബസ്സിലത്തെ പാക്കേജിൻ്റെ ആൾക്കാർ ഞങ്ങൾക്ക് ഫിസ്സും കേക്കൊക്കെ തന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. നല്ല കാക്കാരട്ടോ. ഏതായാലും ഞങ്ങൾക്ക് കുറേ തിന്നാൻ ഇങ്ങനെ വാങ്ങി തരുന്നുണ്ട്. അങ്ങനെ പർച്ചേസിങ്ങിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ അതിന് പർച്ചേസിങ് കഴിഞ്ഞ് വണ്ടി കയറിയപ്പോൾ തന്നെ നല്ല ടൈമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഇന്ന് രാവിലെ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്തേക്ക് തന്നെയാട്ടോ പോയത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡിന്നർ പറയുന്നത് മന്തിയാണ്. മയണൈസ് പോലെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കണ് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവിടെ കുട്ടികളൊക്കെ എല്ലാ ടൂറിന് വന്ന കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അങ്ങനെ മയോണൈസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാലും വേണ്ടില്ല, നമുക്ക് മന്തി വിചാരിച്ച് ഞങ്ങൾ മന്തി കഴിച്ചു. അപ്പോൾ തന്നെ നമുക്കില്ല വെള്ളം 7-up എത്തിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കുടിച്ച് അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. പള്ളല്ലേ ഫുള്ളായി. മന്തി ഫുള്ളാക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ വെള്ളം ഫുള്ളായി. പിന്നെ ഞങ്ങൾ മന്തിയാക്കി പോന്നു. പിന്നെ നേരെ റൂമിൽ കയറി കേട്ടോ. പിന്നെ ബസ്സിലത്തെ വീഡിയോസ് ഫുള്ള് ചാടിക്കളിയുണ്ട്, ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് എടുക്കാനത്. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ വന്നു. റൂം അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മാറി കേട്ടോ. ഞങ്ങൾ രാവിലെ കടന്ന റൂമല്ല അത്. രാവിലെ കടന്ന നല്ല വൈബ് റൂമേന് കേട്ടോ. ഇത് നല്ല വൈബ് ഉണ്ട്, എന്നാലും നല്ലൊരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് 4 ആക്കട്ടോ. ഇത്രയും വലിയ കടക്ക. ശരിക്കും ഇത് 6 ആക്കിലെ കടക്കയാണ്. ബട്ട് ഞങ്ങൾക്കിത് കിട്ടി, ഞങ്ങളെ ഭാഗ്യം.
അടിപൊളി റൂം കേട്ടോ. എ സി ഉണ്ട്, ഫാനുണ്ട്, പിന്നെ നല്ല കുറേ ലൈറ്റുകളുണ്ട്, ടി വി ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ടി വി ഒക്കെ കാണാൻ നല്ല പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. നടക്കുകയാണെങ്കിൽ നടക്കും. പിന്നെ നമ്മൾ നേരെ സ്കിൻ കെയറിങ് നമുക്ക് എവിടെ എത്തിയാലും നിർബന്ധമാണല്ലോ, അല്ലെങ്കിൽ സ്കിന്നാകെ ഡള്ളാകും. ഒന്നാമത് ഇവിടെ തണുപ്പല്ലേ, അപ്പം പിന്നെ ഞാൻ കോംപ്ലക്ഷൻ ക്രീം എടുത്തീനു കേട്ടോ. അപ്പോൾ അതൊക്കെ തേച്ചു. പിന്നെ ഞങ്ങൾ ടി വി ഒക്കെ ഓണാക്കിട്ടോ. ഇതൊക്കെ ഫ്രഷ് ആയതിന് ശേഷം കേട്ടോ, ഞാൻ പറയാൻ മറന്നിരിക്കണ്. എല്ലാവരും ഫ്രഷ് ആയി നിസ്കരിച്ചതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ടി വി ഒക്കെ ഓണാക്കിയത് തന്നെ കേട്ടോ. നോക്കിയപ്പം ചാനൽസ് ഒന്നുമില്ല. അതിലിങ്ങനെ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ കാണാം. നെറ്റ് മീൻസ് വൈഫൈ വലിച്ചാണ്ട് കാണാം. അങ്ങനെ അങ്ങനെ കാണാൻ പറ്റും. അല്ല ചാനൽസ് ഒന്നും ഒരു ചാനലും ഇല്ല കേട്ടോ അതിൽ. പിന്നെ ഞങ്ങൾ ഫിസ്സൊക്കെ കുടിച്ചാണ്ട് ബാക്കിയുള്ള ഫിസ് ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് തിന്നാൻ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ തിന്നാൻ തുടങ്ങി. ബസ്സിൽ നിന്ന് ചാടിക്കളിയും പിന്നെ ഓരോ സ്പോട്ടൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടേ തിന്നാൻ കൂടുന്നില്ല ബസ്സിൽ നിന്ന്. തിന്നാൻ കൂടാൻ തന്നെ രാത്രി നട്ടപ്പാതിരക്ക് എന്ത് നേരത്തെടുത്തിട്ടേ കഴിയണില്ല സാധനം. അത്രക്കുണ്ട് എല്ലാവരും ഉണ്ടായിട്ട്. ബാഗിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ബിസ്ക്കറ്റൊക്കെ പൊട്ടുമ്പോഴേക്കും കേട്ടോ. രാത്രി സമയം 2 മണി ആയിട്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കേനി. അവിടെ ഉറക്കം വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാൻ വിചാരിച്ചാണ്ട് വൈഫൈ ഒക്കെ ഓണാക്കി ടി വിക്ക് കണക്റ്റ് ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഓരോ വീഡിയോസ് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഓരോ വീഡിയോസ് കണ്ട് രാത്രി എപ്പോഴും ഉറങ്ങി. പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. കുറേ നേരമൊക്കെ ഏതെല്ലാം ഉറങ്ങിയിട്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുമല്ലോ. പിന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ആക്കി എല്ലാവരും ഫുൾ സപ്പോർട്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.